കൂട്ടുകാരെ നമസ്കാരം. എൻ്റെ ടീം ഹോം ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് നൈറ്റാണ് കേട്ടോ ഭക്ഷണം ഉണ്ടാക്കുന്നത്. നാടൻ പയർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പയർ ഉപ്പേരിയാണ്. പയർ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് പയർ, ഉപ്പ്, പച്ചമുളക്, കുറച്ച് വെള്ളം. കാരണം ഈ നാടൻ പയറിന് കുറച്ച് നല്ല വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു ശകലം പച്ചവെളിച്ചെണ്ണയും കൂടി വയ്ക്കുമ്പോൾ നാടൻ പയറിൻ്റെ മണം ഉണ്ടല്ലോ, സൂപ്പറായിട്ട്. അപ്പോൾ പയർ ഉപ്പേരി റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാൻ കുക്കറിലാട്ടോ ചോറ് വയ്ക്കുന്നത്. എന്താണോ കുക്കറിൽ ഒരു കപ്പ് ചോറ് വയ്ക്കുകയാണെങ്കിൽ അരി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിട്ടിട്ട് പിന്നെ ഒരു സിമ്മാക്കി വെച്ചിട്ട് ഒരു 3 വിസിലും കൂടി ആയാൽ ചോറ് പാകത്തിന് വെന്ത് കിട്ടും. ഞാനിതിങ്ങനെ ഒരു അരിപ്പയിൽ കുക്കറിലത്തെ ചോറിനെ ഇങ്ങനെ വാർത്തെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ കാലിൽ ചോറ് വെള്ളം അതൊന്നും വീഴില്ലല്ലോ, ഈസി ആയിരിക്കും. ചോറ് വാർക്കാൻ അറിയാത്തവർക്കും പുതിയതായിട്ട് പാചകം പഠിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇത് പച്ച ഗ്രീൻ പീസ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഈ ഗ്രീൻ പീസ് കഴുകി വെച്ചതാണ്. അതിലേക്ക് ഇട്ടവർക്ക് സിമ്പിൾ കറി കേട്ടോ. അങ്ങനെ ഒരുപാട് ഇതൊന്നുമില്ല. ഒരു സവാളയുടെ പകുതി കഷ്ണം, തക്കാളി, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് തന്ന് വേവിച്ച് എടുക്കാം. സിമ്പിൾ കറിയാണ്, തക്കാളി കറി. അതിൽ എൻ്റെ ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെന്ത് വരച്ചേട്ടോ. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ടിഫൻ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു മടുപ്പ് വരും. ഒന്ന് ടിഫൻ വേണ്ട, ചോറ് മതി തോന്നുന്ന ദിവസങ്ങളിലും കുറച്ച് മടിയൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. നമുക്കിപ്പോൾ ചോറോ എന്താ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ ദോശ, ഇഡ്ഡലി, പുട്ട് ഇതെല്ലാം കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ദിവസം ഇന്ന് ടിഫൻ വേണ്ട, നമുക്ക് ചോറ് കഴിക്കാമെന്ന് തോന്നുന്ന ദിവസങ്ങളാണ്. അപ്പോൾ പയറുപ്പേരി, ഒരു 2 മുട്ടയെടുത്ത് ഓംലേറ്റ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്. ഈ ഗ്രീൻ പീസ് തക്കാളി കറിയും കൂടി, സിമ്പിളായിട്ടുള്ളൊരു കറിയും കൂടി ഉണ്ടാക്കിയാൽ ചോറ് കഴിക്കും. ആ കറി അവിടെ വേകുമ്പോഴേക്കും നമുക്കൊരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാം. പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയും ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഈ മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കും.
മുട്ടയുടെ മീതേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കും. സിമ്മിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ഒന്നെ ആവട്ടെ. ഈ ഗ്രീൻ പീസും തക്കാളി സവാളയും എല്ലാം കൂടി ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് മുട്ട ഓംലേറ്റ് ആവും. ചോറ് പയറുപ്പേരി. പിന്നെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ, ഉണ്ടോ? അതോ നിങ്ങൾ എന്താ രാത്രി കഴിക്കുക? ചോറാണോ അതോ പല ടിഫിൻസാണോ? ഞാനെല്ലാം കഴിക്കും കേട്ടോ. രാത്രി ചോറ് ബാക്കി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കും. പിന്നെ ഓരോ ദിവസം ഓരോ കൊതി ഉണ്ടാവും ഓരോരുത്തർക്കും. അങ്ങനെ നമുക്കിന്ന് രാത്രി ടിഫിനൊന്നും വേണ്ട, ചോറ് മതി, അങ്ങനെയാണുള്ള ദിവസങ്ങളിൽ നമ്മൾ ടിഫിൻ ഒഴിവാക്കി ചോറ് കഴിക്കും. പ്രത്യേകിച്ച് ഇന്നതേ കഴിക്കും അങ്ങനെയുള്ള മെനു ഒന്നുമില്ല. നമുക്ക് അപ്പോൾ എന്താണോ നമ്മുടെ മനസ്സിലേക്ക് തോന്നുന്നത് അത് നമ്മൾ ഉണ്ടാക്കി കഴിക്കും. അല്ലാതെ ചിലപ്പോൾ ചോറ് ബാക്കി വരും, അപ്പോൾ പിന്നെ അത് കളർ പിടിച്ചിട്ട് വെക്കുന്നതിനെക്കാട്ടും നല്ലതല്ലേ കഴിക്കാം. അപ്പം അങ്ങനെയൊക്കെ ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് കഴിക്കുക. നിങ്ങളെങ്ങനെയാണ് വീട്ടിൽ, നിങ്ങളെങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ കഴിക്കുക? ഓംലെറ്റ് റെഡിയാവാറായി. ഞാൻ ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ഒന്ന് ഇനി ഓംലെറ്റ് നമുക്ക് വറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഓംലെറ്റ് റെഡിയായി. തക്കാളി ഗ്രീൻ പീസ് സിമ്പിൾ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇന്നത്തെ തട്ടിക്കൂട്ട് പരിപാടി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചോറ് വെച്ചാലോ? തട്ടിക്കൂട്ട് പരിപാടിയാണ്, അല്ലാതെ സൂപ്പർ കറികളൊന്നുമല്ല. പെട്ടെന്ന് വന്ന് തട്ടിക്കൂട്ടുന്ന കുറച്ച് പയറുപ്പേരി, പിന്നെ ഒരു കണ്ണിമാങ്ങ, മുട്ട ഓംലെറ്റും കൂടെ. ഇത്രയും പോരെ നമുക്ക് ഫുഡ് കഴിക്കാൻ, ഇതന്നെ ധാരാളമാണ്. അപ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ട് ദിവസങ്ങളിൽ നമ്മളിങ്ങനെ സിമ്പിൾ റെസിപ്പികളൊക്കെ ആയിട്ടാണ് കഴിക്കാറ്. എന്നാൽ നമ്മൾ കാര്യമായിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് ഈ തട്ടിക്കൂട്ട് പരിപാടി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.